നമസ്കാരം. സത്യത്തിൽ ഈ ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ, ഡ്രൈവർ യദുവിൻ്റെ അടക്കം കാര്യങ്ങൾ ഇത്രയധികം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. പക്ഷേ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ CPM എന്ന പറയുന്ന നുണ ഫാക്ടറിയെ ഒന്ന് പൊളിക്കാൻ, ആ ഫാക്ടറി ഒന്ന് തകർന്നടിയാൻ വേണ്ടിയാണ് വീണ്ടും നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പലരും, ഞാനടക്കം പലരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഹീം ഒരു പത്രസമ്മേളനം നടത്തി. സ്ത്രീത്വത്തെ അവമാനിക്കുന്നു, സൈബർ ബുള്ളിയിങ് ആണ്, ആര്യ രാജേന്ദ്രനെതിരെ സോഷ്യൽ മീഡിയയിൽ അപവാദങ്ങൾ പരക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വളരെ ഒരു സിമ്പതി കിട്ടണം എന്ന തരത്തിലാണ് പത്രസമ്മേളനം നടത്തിയത്. അതിലൊരു കാര്യം പറയുന്നുണ്ട്. സച്ചിൻ ദേവ് ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുത്ത് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയാണോ? ഇങ്ങനെ കള്ളത്തരം പറയാൻ കഴിയുന്നു? അതിനു മുമ്പ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ പറഞ്ഞത് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടേയില്ല എന്നാണ്. ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നതിൻ്റെ കാര്യം, ബസ്സിനുള്ളിലെ CCTVയുടെ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളതിന് കൃത്യമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. അതിനു മുമ്പ് കോവളം MLA വിൻസെൻ്റ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ആ ബസ്സിൻ്റെ കണ്ടക്ടർ DYFIക്കാരനായിരുന്നു, അയാൾ CPM അംഗമാണ്, അദ്ദേഹം റഹീമിൻ്റെ നാട്ടുകാരനാണ്, റഹീമിനെ അയാൾ രാത്രിയിൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണമാവാം ഉന്നയിക്കുന്നു. പക്ഷേ അടുത്ത ദിവസമാണ് റഹീം വന്ന് പത്രസമ്മേളനം നടത്തിയ കണ്ടക്ടർ എന്നെ വിളിച്ചിരുന്നു, എൻ്റെ നാട്ടുകാരനാണ്, എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. അവിടെ തന്നെ ആദ്യത്തെ കള്ളത്തിൻ്റെ ബോംബ് പൊട്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായും റഹീം ആ കണ്ടക്ടറോട് പറയാം, ആ മെമ്മറി കാർഡ് അങ്ങ് മാറ്റിയേക്കണം എന്ന് പറഞ്ഞിരിക്കാം. ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്, സത്യമായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ചില സാഹചര്യ തെളിവുകളിലൂടെ ചില കേസുകൾ തെളിയിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞതുപോലെ റഹീം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ CPM നേതൃത്വം ആ കണ്ടക്ടറെ പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇതിനിടയ്ക്ക് ഒരു CPM നേതാവ് പറയുന്നത് കേട്ടു, ആ ഡ്രൈവർ യദു തന്നെ ആ മെമ്മറി കാർഡ് മാറ്റിയതല്ല എന്ന് ആർക്കറിയാം? ഒരിക്കലുമല്ല. സച്ചിൻ ദേവ്, ആര്യ രാജേന്ദ്രൻ തുടങ്ങി CPM നേതൃത്വം അറിഞ്ഞു തന്നെയാണ് ആ മെമ്മറി കാർഡ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതിന് ഞാൻ തെളിവ് തരാം. ഇനി റഹീം നുണ ഫാക്ടറിയുടെ ചെയർമാൻ എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് അത് വെറുതെയല്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ രാജലക്ഷ്മി എന്ന ടീച്ചറെ തടഞ്ഞു വെച്ച് മുടിക്ക് കുത്തിപ്പിടിച്ച് ചെവിയിൽ അസഭ്യം പറഞ്ഞ മഹാനാണ് ഇപ്പോഴത്തെ ഈ MP റഹീം. സ്റ്റുഡന്റ് പൊളിറ്റിക്സ് ഒക്കെ കഴിഞ്ഞ് വന്ന ആളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു അധ്യാപികയെ പോയിട്ട് ഇതുപോലെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുക, തെറി വിളിക്കുക. ആ സമയത്ത് അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ ആണെങ്കിൽ പോലും അവിടുത്തെ റിസർച്ച് സ്കോളറാണ്, ഈസ് എ സ്റ്റുഡന്റ്. ഞാനൊരു ടീച്ചറല്ലേ, എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ തെറി വിളിക്കുക എന്നൊക്കെ പറയും. ഞാൻ അന്തം വിട്ടുപോയി. 3 മണിക്കൂർ ഇങ്ങനെ കുത്തി ഇരുത്തി ചുറ്റിലും പിള്ളേർ മുടിയെ പിടിച്ച് വലിക്കുകയും സൂചി കൊണ്ട് കുത്തുകയും പേന കൊണ്ട് കുത്തുകയും കാതിൽ ഉറക്ക തെറി വിളിക്കുക. ഇതൊക്കെ കേൾക്കുന്ന പോലെ അല്ല. 30-40 പെൺകുട്ടികൾ എന്നെ ചുറ്റിൽ നിന്ന് തെറി വിളിക്കുക. രാജ്യസഭാ അംഗമാവാൻ പോകുന്ന റഹീം അദ്ദേഹമാണ് ലീഡ് ചെയ്ത് കൊണ്ടുവന്നതും എന്നെ കുറെ ഭീഷണിപ്പെടുത്തി. ഇനി ഈ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരെന്നാ വിചാരം? വെറും ശിപ്പായാണ്. താൻ എന്ത് വിചാരിച്ചിരിക്കുന്നത്? താനൊരു സ്ത്രീ ആയി പോയി, ഇല്ലെങ്കിൽ കൊന്നു കളഞ്ഞാനെ. ഇനി മേലെ ആ പോസ്റ്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞ ആ പ്രദേശത്ത് കണ്ടുപോയാൽ ജീവനോട് വെച്ചേക്കട്ടെ. അന്നങ്ങനെ ചെയ്തതുകൊണ്ട് അയാൾക്ക് MP ആയി കൂടുന്നില്ല, അല്ലെങ്കിൽ നേതാവായി കൂടുന്നില്ല എന്നൊന്നുമില്ല. പക്ഷേ തെറ്റ് സമ്മതിക്കണം. ഞാൻ അന്ന് ആ ടീച്ചറോട് ചെയ്തത് തെറ്റായി പോയി എന്ന് അയാൾ ഒരു വാക്ക് പറഞ്ഞാൽ അയാൾക്ക് വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ഇവിടെ ആ കേസ് തേച്ചു മാച്ച് കളയാൻ വേണ്ടി, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റഹീം കഷ്ടപ്പെടുകയാണ്. ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട്. ഞാൻ മാപ്പ് പറയുന്നു, ടീച്ചർ ആ കേസ് പിൻവലിക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം റഹീം കാണിച്ചിരുന്നെങ്കിൽ നല്ല CPMകാരനാണ്, ആദർശങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നവനാണ് എന്ന് സധൈര്യം പറയാമായിരുന്നു. ഇപ്പോഴും അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ കസേര തല്ലിപ്പൊട്ടിച്ചതും കമ്പ്യൂട്ടർ എടുത്തെറിഞ്ഞതും അങ്ങനെ 3 ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടം വരുത്തിയ ആ കേസ് കോടതിയിൽ കിടക്കുമ്പോൾ ശിവൻകുട്ടി എന്ന മന്ത്രി അടക്കം ചെന്ന് കോടതിയിൽ പറയുകയാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല, ആ കേസ് കളവാണ്. നേരെമറിച്ച് കോടതിയിൽ മാപ്പ് പറഞ്ഞ് ആ നഷ്ടപരിഹാരത്തുക കെട്ടിവെച്ചാൽ അവിടെ ആരുടെയാണ് വലിപ്പം കൂടുക? ഇവർ ചെറുതായി പോകും. തെറ്റിൽ കിടന്ന് നീന്തി തുടിച്ച് അതിൽ നിന്നും കരകയറാൻ ശ്രമിക്കുമ്പോൾ ആരാണ് നാറുന്നത്? അത് മനസ്സിലാക്കാത്ത ഈ രാഷ്ട്രീയക്കാരെ നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയില്ല. പുലയൻ്റെ മോളെ, നിനക്ക് അച്ഛനില്ലാത്ത ഒരു കൊച്ചിനെ നിൻ്റെ വയറ്റിൽ തന്ന് ഞാനങ്ങ് വിടും, നീ ഒരു പുല്ലും ചെയ്യില്ല എന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അകത്തളങ്ങളിൽ നിന്ന് ഒരു നേതാവ് പറഞ്ഞിരുന്നു ഒരു ദളിത് പെൺകുട്ടിയോട്.
ആ നേതാവ് ഇപ്പോൾ SFIയുടെ നേതാവാണ്. ആ നേതാവിനെതിരെ ഒരുപാട് കേസുകൾ അതുപോലെയുണ്ട്. സ്ത്രീത്വത്തെ ആദരിക്കുന്നു എന്ന് പറയുന്ന CPMൻ്റെ ആ പോഷക സംഘടനയുടെ നേതാവ് ഇന്നും ആ സ്ഥാനത്തിരിക്കുകയാണ്. നാണമാവില്ലേ CPM നേതാക്കളെ നിങ്ങൾക്ക്? സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചതിൻ്റെ കഥകൾ ഒന്നൊന്നായി പറഞ്ഞാൽ ഈ വീഡിയോ 1.5 മണിക്കൂർ ദൈർഘ്യം വരും. അത്രമാത്രം കഥകളുണ്ട്. നിരന്തരമായി സ്ത്രീപീഡനം നടത്തിയ കഥകൾ, അറിയപ്പെടാത്ത കഥകളും അറിഞ്ഞ കഥകളും അതിൽ നിന്ന് നിങ്ങൾ തടിയൂരിയ കഥകളും ഒക്കെ പറയാനുണ്ട്. എന്നിട്ട് വന്ന് ടെലിവിഷൻ ചാനലിൽ നിന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചതിൻ്റെ കഥ പറയുമ്പോൾ റഹീം പൊട്ടിച്ചിരിക്കാൻ തോന്നും. ഇതിനിടയിൽ ആ ഡ്രൈവർ അന്നത്തെ ദിവസം തന്നെ ആര്യ രാജേന്ദ്രനെ വിളിച്ചതിൻ്റെ ആ ഫോൺ ശബ്ദരേഖകൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. അതിൽ ആ മനുഷ്യൻ പറയുകയാണ്, സോറി സോറി സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അയാൾ പലവട്ടം പറഞ്ഞു, ഞാനങ്ങനെ ആംഗ്യം കാണിച്ചിട്ടില്ല. ഇനി ആംഗ്യം കാണിച്ചു എന്ന് വിചാരിക്കുക. ഒരു ഡ്രൈവർ മറ്റേ ചെറുവാഹനം ഓടിക്കുന്ന ഡ്രൈവറോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ഡ്രൈവറെയാണ് അശ്ലീല ആംഗ്യം കാണിക്കുക. ആര്യ രാജേന്ദ്രൻ്റെ സഹോദരനെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ വണ്ടി ഓടിച്ചിരുന്ന സമയം അശ്ലീല ആംഗ്യം കാണിച്ചിരിക്കുക. പക്ഷേ അതിൽ നിന്ന് 2 സ്ത്രീകൾക്ക് മനോവേദന ഉണ്ടായി. ഒന്ന് ആര്യ രാജേന്ദ്രനും ഒന്ന് അവരുടെ സഹോദര ഭാര്യയ്ക്കും ഭയങ്കര വേദനയുണ്ടായി. കാരണം അവരാണ് കണ്ടത്, ഈ ഡ്രൈവർ കണ്ടില്ലത്രേ. എന്തുമായിക്കൊള്ളട്ടെ, ആ ചെറുപ്പക്കാരൻ യദു എന്ന ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോഴും ആര്യ രാജേന്ദ്രൻ പറയുന്ന സഹോദര എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് നിയമപരമായി നേരിടാം, നിയമപരമായി കാണാം. അപ്പോഴും ആര്യ രാജേന്ദ്രൻ്റെ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ഒരു ഹുങ്കുണ്ടല്ലോ. CPM എന്നോടൊപ്പമുണ്ട്, മേയറാണ് ഞാൻ, എൻ്റെ ഭർത്താവ് MLA ആണെന്ന് പറയുന്ന ആ ധാർഷ്ട്യം, അതാണ് ആ 710 രൂപ ശമ്പളം മേടിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനെതിരെ കേസ് കൊടുക്കാൻ കാരണം. എന്ത് തെറ്റ് ചെയ്താലും ക്ഷമാപണം നടത്തിയാൽ ഏതൊരു മനുഷ്യനും ക്ഷമിച്ചു കൊടുക്കും. പിന്നീട് അയാളുമായി സൗഹൃദത്തിന് പോകണ്ട. പക്ഷേ ക്ഷമ ചോദിക്കുന്നതിനോട് ക്ഷമ കൊടുക്കുക എന്ന് പറയുന്ന ഒരു മാനുഷിക മൂല്യമുണ്ടല്ലോ. അത് മേയറായാലും MLA ആയാലും മുഖ്യമന്ത്രിയായാലും ഒക്കെ ആ മാനുഷിക മൂല്യം നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർക്കണം. എങ്കിലും മനുഷ്യനാവൂ. ഏത് രാഷ്ട്രീയക്കാരനും ഏത് കസേരയിലിരുന്നോട്ടെ, ഒരു മനുഷ്യനാവണ്ടേ? ആ ഡ്രൈവർ യദു പറയുകയാണ്, അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്താനാണ് ഞാൻ ഈ പെടാപ്പാടുപെടുന്നത്. അതുമാത്രമല്ല, സമയബന്ധിതമായി ആ ബസ് സ്ഥലത്തെത്തിക്കണം, അല്ലെങ്കിൽ അതിലെ യാത്രക്കാർ കോപാകുലരാകും. എല്ലാവരോടും സമാധാനം പറയേണ്ട ഒരാൾ ഡ്രൈവറാണല്ലോ. തിരക്കുള്ള സ്ഥലങ്ങളിലൂടെ ചിലപ്പോൾ കുത്തിക്കയറ്റിയൊക്കെ ആ ബസ് കൊണ്ടുപോയെന്നിരിക്കും. വളരെ ദൂരത്തു നിന്ന് ഓടിച്ചു വരികയാണ്. ഈ ചൂടിൽ ആ ഡ്രൈവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും കൂടി AC കാറിൽ യാത്ര ചെയ്യുന്ന ഈ പുങ്കവന്മാർ ഒന്ന് ആലോചിക്കണം. എല്ലാവർക്കും KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സിനോട് ദേഷ്യമാണ്. അവർ കുത്തിക്കയറ്റുന്നു, അവർ സ്പീഡിൽ പോകുന്നു, അവർ മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ഹോണടിച്ച് ശല്യം ചെയ്യുന്നു. അവരുടെ ജീവിത പ്രശ്നമാണ്. കൃത്യസമയത്ത് ഈ വാഹനം എത്തിച്ചില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ പിടിക്കും. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നവരാണ് ഈ ഡ്രൈവേഴ്സ്. അവരും മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന കൊടുത്തുകൂടെ? റഹീം എന്ന് പറയുന്നു, ആ കണ്ടക്ടർ എന്നെ വിളിച്ചിരുന്നു, അത്രയെങ്കിലും സത്യസന്ധത കാണിക്കാൻ റഹീമിന് കഴിഞ്ഞു. ഇല്ലെങ്കിൽ പഴയ സ്വഭാവമാണെങ്കിൽ ഞാൻ അയാളെ അറിയുക പോലുമില്ല, ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറയേണ്ടതാണ്. അബദ്ധവശാലായിരിക്കും സംഭവിച്ചു പോയി. ഇപ്പോൾ യദു അരങ്ങത്തെത്തിയിരിക്കുകയാണ്. യദു രണ്ടും കൽപ്പിച്ചാണ്. യദുവിൻ്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. പക്ഷേ അതൊക്കെ തേഞ്ഞു പാഞ്ഞു പോകും. കാരണം അധികാരം എവിടെയുണ്ടോ അവിടെയായിരിക്കും നിയമപാലകർ നിൽക്കുക. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാനാണ് നിയമപാലകർക്കിഷ്ടം. അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും, ശിക്ഷാ നടപടികളുണ്ടാവും. നുണ പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചില ജന്മങ്ങളുണ്ട് രാഷ്ട്രീയത്തിൽ. അതിൽ കൂടുതൽ കാണുന്നത് CPMലാണ്. ആര്യ രാജേന്ദ്രൻ ഈ സംഭവത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതല്ല പിന്നീട് മാറ്റി പറയുന്നു. കള്ളത്തിനൊരു കുഴപ്പമുണ്ട്, പറയുമ്പോൾ എല്ലാ കാലം ഇത് ഓർത്തിരിക്കണമെന്നില്ല. സത്യമാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ചിത്രമായി തന്നെ നിൽക്കും. ഒരിക്കലും 10 വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ പറയാൻ കഴിയും. സച്ചിൻ ദേവ് ടിക്കറ്റ് എടുത്ത് KSRTC ഡിപ്പോയിലേക്ക് പോകാനാണ് ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ എത്രമാത്രം കള്ളമാണത്. ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഒന്ന് വിമർശിച്ചാൽ അവനെതിരെ കള്ളക്കേസെടുത്ത് അവനെ അകത്തടിക്കുന്നത് വരെ ഈ നേതാക്കന്മാർക്ക് ഉറക്കമില്ല. കാരണം സഹിഷ്ണുതയില്ല. വിമർശനം അത് സത്യമാണോ അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കാൻ അവർക്ക് ക്ഷമയില്ല. വിമർശിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തെറ്റ് മനസ്സിലാക്കിയത് തിരുത്താൻ വേണ്ടിയാണ്.
തെറ്റ് സംഭവിച്ചു, അത് തിരുത്താൻ പാടില്ലെങ്കിൽ ആർക്ക് അതിന് ദോഷമുണ്ടായോ അവരോട് ക്ഷമ പറഞ്ഞുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യുക. ഇനി ഈ മെമ്മറി കാർഡ് CPM നേതാക്കൾ തന്നെ എടുത്തു മാറ്റിയതാണ് എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. യദു ആര്യ രാജേന്ദ്രന് ഫോൺ ചെയ്യുമ്പോൾ അതിൽ പറയുന്നു, മാഡം ഞാനാണ് തെറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ വീഡിയോ എടുക്കുന്ന പയ്യനോട് വീഡിയോ എടുക്കരുത്, അത് ഡിലീറ്റ് ചെയ്യണമെന്ന് മാഡം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, അത് പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. അതുതന്നെയാണ് യാഥാർത്ഥ്യം. അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഇനി എടുക്കരുത്, എടുത്ത് അത്രയും ഡിലീറ്റ് ചെയ്യണമെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. ഇനി അടുത്ത കാര്യം, ബസ്സിൽ കയറി എല്ലാവരോടും ഇറങ്ങിപ്പോകാൻ സച്ചിൻ ദേവ് പറയുമ്പോൾ ഒരാൾ അതും മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. സച്ചിൻ ദേവ് നിർബന്ധപൂർവ്വം ആ വീഡിയോ എടുക്കരുതെന്ന് നിർദ്ദേശിക്കുകയും എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ വീഡിയോ പുറത്തു വന്നാൽ ദോഷമുണ്ട് എന്ന് സച്ചിൻ ദേവിനും ആര്യ രാജേന്ദ്രനും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് CCTV ക്യാമറയിലെ ആ മെമ്മറി കാർഡ് തകർത്ത് കളഞ്ഞത്, മുക്കിയത്. ഇനി എന്തിനാണ് വേറെ തെളിവ്? പരസ്യമായി വീഡിയോ എടുക്കുന്ന ചെറുപ്പക്കാരെ അവർ നിർബന്ധപൂർവ്വം വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നിവർക്ക് അപ്പോൾ തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് സത്യം. അപ്പോൾ ആ CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് എവിടെ പോയി? അതിന് മറ്റൊരിടത്ത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുക. പിന്നെ റഹീം വന്ന് പത്രസമ്മേളനം നടത്തി എന്ത് സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിച്ചാലും, എന്ത് കള്ളങ്ങൾ നാടകീയമായി അവതരിപ്പിച്ചാലും, ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും എത്രമാത്രം കള്ളം പറഞ്ഞാലും, പാർട്ടി സെക്രട്ടറി കള്ളം പറഞ്ഞ് എത്രമേൽ സത്യസന്ധരാക്കാൻ ശ്രമിച്ചാലും അത് വിലപ്പോവില്ല. എന്തായാലും യദു എന്ന് പറയുന്ന ഡ്രൈവർ അയാൾ മാന്യനാണ്, വിശുദ്ധനാണ്, നല്ലവനാണ് എന്നൊന്നും ഞാൻ പറയില്ല. സ്വാഭാവികമായി എല്ലാ ഡ്രൈവേഴ്സിനും ഉണ്ടാകുന്ന ദേഷ്യവും കോപവും ഒക്കെ അയാൾക്കും ഉണ്ടാവും. അയാൾ തിരിച്ചെറുപ്പക്കാരനാണ്. മുൻകോപമുള്ള ആളായതുകൊണ്ട് തന്നെയാണല്ലോ അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോയത് എന്ന് വേണം വിശ്വസിക്കാൻ. അതതിൻ്റെ യഥാർത്ഥ റീസൺ ആയിക്കൊള്ളണമെന്നില്ല, എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. അപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, പറയാതിരിക്കാൻ തരമില്ല. നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഡ്രൈവേഴ്സിൻ്റെ സ്വഭാവം. പക്ഷേ ഒരു സ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി, മേയർ എന്ന് പറയുന്ന സ്ഥാനം മനസ്സിലാക്കി, MLA എന്ന് പറയുന്ന പദവി മനസ്സിലാക്കി ഇവർ വേണ്ടിയിരുന്നു സംയമനം പാലിക്കേണ്ടത്. അവനെന്തെങ്കിലും പറയട്ടെ, നമുക്ക് പൊക്കളയാമെന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇത്രമാത്രം അപമാനിതരാകില്ലായിരുന്നു സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനും. യദു എന്ന് പറയുന്ന ഡ്രൈവർക്ക് അപമാനിതനായാലെന്ത്, ആയില്ലെങ്കിലെന്ത്? അയാളെ ജനം അറിയില്ലല്ലോ. അയാളെ ഇപ്പോഴാണ് ജനം അറിഞ്ഞു തുടങ്ങിയത്. എന്നാൽ ആര്യയും സച്ചിൻ ദേവും അങ്ങനല്ല, അവരെ സമൂഹം അറിയുന്നതാണ്. എത്രയോ പേർ അവർക്കെതിരെ രോഷാകുലരായി വരുന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡ് പറയുന്നു, സച്ചിൻ ദേവിൻ്റെയും ആര്യ രാജേന്ദ്രൻ്റെയും അഹങ്കാരം കൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ട കഥ. അത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഇനിയിപ്പോൾ ഒരുപാട് കഥകൾ വരും. പക്ഷേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അവർ പദവി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആര്യ രാജേന്ദ്രനല്ല ഇപ്പോഴുള്ള ആര്യ രാജേന്ദ്രൻ. അവർ അവരുടെ മേയർ എന്ന പദവി, ആ ജോലി ഭംഗിയായി നിർവഹിക്കട്ടെ. അതെത്രത്തോളം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നറിയില്ല. പക്ഷേ ഒരു പദവി കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ധാർഷ്ട്യം, അഹങ്കാരം, തൻപോരിമ അതെല്ലാം കൂടിയിരിക്കുന്നു. അത് നമുക്ക് ശരീരഭാഷയിലൂടെ മനസ്സിലാവും. ചിന്താജലവും സംസാരിക്കുന്നത് പോലെ അളന്ന് മുറിച്ച് അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വലിപ്പം. അപ്പോൾ പദവികളെല്ലാം കൈപ്പിടിയിലായി എന്നവർ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ചെറുതാവുന്നത് അവർ മാത്രമാണ്. മിസ്റ്റർ റഹീം, നിങ്ങളിന്ന് MP ആണ്. നിങ്ങൾ പത്രസമ്മേളനമൊക്കെ നടത്തി അവരെ ന്യായീകരിക്കാൻ ചെല്ലുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഇമേജ് തന്നെയാണ്. ഞാനിങ്ങനെ ഒരു തമ്പനയിൽ കൊടുക്കാൻ തന്നെ കാരണം ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഈ നുണ ഫാക്ടറിയുടെ അമരത്ത് നിന്നും പിന്മാറും എന്നുള്ള ഒരാഗ്രഹത്തിലാണ്. ആഗ്രഹം നടക്കുമോ റഹീം? ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ, മേയറുകുട്ടി പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം. ഞാൻ ചോദിച്ചോട്ടെ മേയറെ, നിങ്ങൾക്ക് ഇതേ ഉള്ളോ പണി? ഇത് വിട്ടൊരു കളിയും നിങ്ങൾക്കില്ലേ? ടീച്ചർ ഉയർത്തിവിട്ട അശ്ലീല വീഡിയോയ്ക്ക് തെളിവില്ല. ആകെ കണ്ടത് പാർട്ടി സെക്രട്ടറി മാത്രം. കുട്ടി കണ്ട അശ്ലീല ആംഗ്യത്തിനും തെളിവില്ല. ആകെയുള്ള തെളിവുകളും പാർട്ടി തന്നെ മുക്കി. സാംസ്കാരിക കേരളത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. EP ജയരാജനെ ജാവദേക്കർ ഷാൾ അണിയിച്ചത് നമ്മൾ അങ്ങ് മറന്നു, അത്ര തന്നെ. വാദിഭാഗത്ത് ഒരു സ്ത്രീയും പ്രതിഭാഗത്ത് ഒരു പുരുഷനുമാണ് എങ്കിൽ സമൂഹത്തിന്റെ പൊതുബോധം ഉയർത്താൻ ഏറ്റവും നല്ല മാർഗം സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും തെളിയാത്തപ്പോൾ ചിലരെങ്കിലും തേടുന്ന ഒരു ഭാഗ്യവഴി. എന്തിനാ വനിതാ സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ സ്വയം അപമാനിതരാകുന്നത്?
ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, അന്ന് രാത്രി പാർട്ടിയും കഴിഞ്ഞ് വന്ന മേയറും MLAയും ഒരു 1.5 അടിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിയിൽ പറന്നു പോകുന്ന മിന്നൽ ബസ്സിന് കുറുകെ കയറി നിൽക്കാൻ നോർമലായ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ? വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കപ്പെട്ട ഡ്രൈവർ മദ്യപിച്ചില്ലായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടി വട്ടം വെച്ചവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതല്ലേ? ഇനി തിരുവനന്തപുരം നഗരത്തിൽ ഓരോ കിലോമീറ്ററിലും ഒരു 50 ക്യാമറയെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ. വണ്ടി പോയ 15 കിലോമീറ്റർ ചുറ്റളവിലെ CCTV ദൃശ്യങ്ങൾ എടുക്കാൻ അത്ര പാടാണോ? ഡ്രൈവറാണ് തെറ്റ് ചെയ്തതെങ്കിൽ അയാളെ ശിക്ഷിക്കാമല്ലോ. എന്താണ് അതിന് തടസ്സം? അതല്ല, നുണയാണ് മേയർ പറയുന്നതെങ്കിൽ മേയറും ശിക്ഷിക്കപ്പെടണം. നിങ്ങളാണ് ശരിയെങ്കിൽ ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ എവിടെയാണ്? എന്തിനാണ് നിങ്ങൾ അത് ഒളിപ്പിച്ചു വെച്ചത്? MLAയോ MP യോ മേയറോ ഒന്നും അറിയാതെ ക്യാമറയിലെ മെമ്മറി കാർഡ് എങ്ങോട്ടും പോകില്ല. കാരണം ബസ്സിന് തടസ്സം വെച്ചതും അതിൽ കയറി യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചതും എല്ലാം മേയറിന്റെ ഭർത്താവായ MLA ആണ്. അയാളാണെങ്കിൽ ഒളിവിലുമാണ്. മേയർക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് MP ആണ്, A. റഹീം. മേയറൂട്ടിയാണെങ്കിൽ ബസ് തടഞ്ഞപ്പോൾ മുതൽ പറയുന്നത് മുഴുവൻ നുണയാണ്. യാത്ര തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, വണ്ടിക്കകത്തേക്ക് MLA കയറിയിട്ടില്ല എന്ന് പറഞ്ഞു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം A. റഹീം മാറ്റി പറഞ്ഞു കേട്ടോ. പൊന്നു മേയർ സഹോദരി, സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ. പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അതേത് പാതിരാത്രിയിൽ ചോദിച്ചാലും അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും പോലും മാറ്റം വരില്ല. ഇങ്ങനെ പല സമയത്ത് പല ഉത്തരം നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. നിങ്ങൾ കള്ളമാണ് പറഞ്ഞത് എന്നതിന് മറ്റൊരു തെളിവും ആവശ്യമില്ല. നിങ്ങൾ മേയർ പദവിയിലായപ്പോൾ മുതൽ തുടങ്ങിയ നുണ പറച്ചിലാണ്. ഇപ്പോഴും ആ നുണ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പഠിച്ചത് 10ാം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് MAക്കാണെന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അധികാരത്തിന്റെ തണലിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ പൊതുജന വിരുദ്ധമായിരുന്നു. മേയർ എന്ന ജനങ്ങൾ തന്ന അധികാരമുള്ളതുകൊണ്ടാണ് നിങ്ങൾ KSRTC ബസ്സിന് വട്ടം വെച്ചത്, ശരിയല്ലേ? അതിന് എന്ത് കാരണം കൊണ്ടായാലും തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലാണ് നിങ്ങൾ ഇത് ചെയ്തിരുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ അഴിക്കകത്തായേനെ. കാരണം അവിടെ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ അധികാരം നാട്ടുകാരുടെ പിച്ചയാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. ഞങ്ങളെപ്പോലെയുള്ളവരോടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ സാധാരണക്കാരോട് ഈ ഡ്രൈവർ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങൾ പൊതുജനം സാധാരണക്കാരാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇനി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ അസാധാരണത്വം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? നിങ്ങൾക്കെന്താ കൊമ്പുണ്ടോ? അസാധാരണക്കാരായ മേയറെയും മേയറുടെ ഭർത്താവ് MLAയെയും തിരുവനന്തപുരത്തുകാർക്ക് പോലും അറിയില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളെ നോക്കി അശ്ലീല ആംഗ്യം ഒരാൾ കാണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. വണ്ടിക്ക് തടസ്സം നിന്ന് ഏതൊക്കെയോ വഴികളിലൂടെ യാത്ര ചെയ്ത് പാതിരാത്രിയിൽ എവിടെയൊക്കെയോ എത്തിച്ചേരേണ്ട യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിയിട്ടല്ല. അതൊരു ഭരണകർത്താവിനുണ്ടാകേണ്ട സാമാന്യ ബോധമാണ്. മേയറിന്റെ പരാതി സ്വീകരിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിനും പാതിരാത്രിയിൽ KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് ഓർമ്മിപ്പിക്കേണ്ടതും ഭരണകർത്താക്കൾ എന്ന നിലയിൽ MLAയുടെയും മേയറുടെയും കടമ കൂടിയാണ്. തെറ്റു ചെയ്തത് ഡ്രൈവർ ആണെങ്കിലും മേയർ ആണെങ്കിലും ശിക്ഷിക്കപ്പെടണം. ഭരിക്കുന്നവർക്ക് ഒരു നീതി, അല്ലാത്തവർക്ക് മറ്റൊരു നീതി. അത് അംഗീകരിക്കാൻ കഴിയില്ല. 1, 2, 3, 4 എന്ന് പറഞ്ഞു കൊന്നു തള്ളിയതിന്റെ കഥ വിളിച്ചു കൂവിയ ആളെ പിടിച്ച് വൈദ്യുതി മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ്. നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി മുണ്ടും മടക്കി കുത്തിനിന്ന് സഭ തല്ലി തകർത്ത ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് വിളിച്ചു പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറിയെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കിയതും പിണറായി വിജയനാണ്. എട്ടും പൊട്ടും തിരിയാത്ത, വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു കുട്ടിയെ പിടിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിന്റെ മേയറാക്കി പ്രതിഷ്ഠിച്ചതും പിണറായി വിജയനാണ്. ഇദ്ദേഹം ഒരു മറുപടി പറയുമെന്ന് കേരള സമൂഹം കരുതുകയേ വേണ്ട. 2 വർഷം കൂടി അനുഭവിച്ചേ മതിയാകൂ, അത്ര തന്നെ.